അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2 കേസുകളുടെയും അന്വേഷണ ചുമതല SITക്ക് കൈമാറിക്കഴിഞ്ഞു. AIG ജി പൂങ്കുഴലിയാണ് SITയുടെ മേൽനോട്ട ചുമതല വഹിക്കുക. ഏകീകൃത അന്വേഷണത്തിനായി ആദ്യ കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ മാറ്റിയിട്ടുണ്ട്. 15 വരെ അറസ്റ്റ് പാടില്ലെന്ന ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തത്. ഇക്കാര്യം നിലപാട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറും വ്യക്തമാക്കി. അതെ, ഒരു SIT ആളിപ്പോൾ നമുക്കുള്ളത് നമ്മുടെ മാഡം പൂങ്കുഴിയുടെ നേതൃത്വത്തിലുള്ള ഒരു SIT, അവരുടെ നേതൃത്വത്തിലാണ് ഈ 2 കേസുകൾ അന്വേഷിക്കുന്നതാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് 15 വരെ നോക്കാൻ വേണ്ടി, അതിനുവേണ്ടി കാത്തിക്കുന്നതാണ്. DGP വ്യക്തമാക്കിയത് അതുതന്നെയാണ്. എന്തായാലും തൽക്കാലം രാഹുൽ മാങ്കൂട്ടം അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാനാവില്ല എന്നതാണ് സാഹചര്യം. പക്ഷേ തിങ്കളാഴ്ച മുതൽ അങ്ങോട്ട് നിർണായകമായ ദിവസമാണ്. തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവണം. ഒപ്പം തന്നെ അന്ന് ഹൈക്കോടതിയും ആദ്യ കേസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയലും അന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇന്നലെ പാലക്കാട് നിന്ന് മുങ്ങിയ രാഹുൽ മാങ്കൂട്ടം എവിടെ എന്നതിൽ വ്യക്തതയില്ല. അടൂരെ വീട്ടിലെത്തിയിട്ടില്ല. ആദ്യം തന്നെ ചോദിക്കട്ടെ, എവിടെയാണ് രാഹുൽ മാങ്കൂട്ടം? അതിൻ്റെ എന്തെങ്കിലും സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ? അതായത് കഴിഞ്ഞ നവംബർ മാസം 27-ാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി പരാതി നൽകുന്നത്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് കണ്ടാണ് പരാതി നൽകിയത്. ആ പരാതി നൽകിയതിന് ശേഷം പാലക്കാട് നിന്ന് കണ്ണാടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയി. പിന്നീട് കഴിഞ്ഞ 15 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ വോട്ട് ചെയ്യാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും എത്തിയത്. വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം ചില സ്ഥലങ്ങളിലൊക്കെ സന്ദർശനം നടത്തി അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് മടങ്ങിയതാണ്. അർദ്ധരാത്രി വരെ മാധ്യമങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹനത്തെ പിന്തുടരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പുലർച്ചെയോടെ അടൂരെത്തി എന്നുള്ള സൂചനകൾ വന്നു. അതിനുശേഷം എവിടെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഇപ്പം നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലില്ല, അതായത് അടൂരിലെ സ്വന്തം വീട്ടിലില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതേസമയം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൈബർ പോലീസ് അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒപ്പമുള്ള സുഹൃത്തുക്കളുടെയും മൊബൈൽ ഫോണുകളുടെ ടവർ ലൊക്കേഷൻ അടക്കം കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ കൃത്യമായൊരു നിരീക്ഷണ വലയത്തിൽ തന്നെ രാഹുൽ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതേസമയം അത് എവിടെയാണെന്നുള്ള കാര്യം ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളോടക്കം പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല. അതിനിടയിലാണ് അന്വേഷണത്തിന് 2 സംഘങ്ങളായിരുന്നു നിലവിൽ. അതായത് ആദ്യത്തെ കേസിൻ്റെ അന്വേഷണം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. രണ്ടാമത് പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ KPCC അധ്യക്ഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയ പരാതിയാണ് പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിന് കേസെടുക്കാനായി നൽകിയത്. തുടർന്ന് അവിടെ FIR രജിസ്റ്റർ ചെയ്യുന്ന ആ കേസിൻ്റെ അന്വേഷണ ചുമതലയിലായിരുന്നു AIG ജി പൂങ്കുഴലിലുണ്ടായിരുന്നത്. അതിനിടെ ഈ കേസിൻ്റെ ഒരു ഏകീകൃത അന്വേഷണം നടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിലും രണ്ടാമത് വന്നിരിക്കുന്ന കേസിലും ഈ 2 കേസുകളുടെയും അന്വേഷണം കൃത്യം ഒരു കേന്ദ്രത്തിലേക്ക് തന്നെ, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെ കൈമാറിയിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്തെ AIG ആയ ജി പൂങ്കുഴലിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും ഇനി തുടരന്വേഷണം നടത്തുക. അങ്ങനെയാണെങ്കിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഒരു തുടർ നീക്കത്തിലേക്ക് കടക്കുക എന്ന ഒരു സ്ട്രാറ്റജിയാണ് അന്വേഷണ സംഘത്തിൻ്റെതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരശേഖരണങ്ങൾ, തെളിവ് ശേഖരണങ്ങൾ അടക്കം കഴിഞ്ഞ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന്, അതായത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അന്വേഷണ സംഘത്തിനും അപ്രതീക്ഷിതമായൊരു തിരിച്ചടിയായി. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ്റെ വാദമുഖങ്ങൾ ശക്തമാക്കാനുള്ള നീക്കങ്ങളിലാണ് അന്വേഷണ സംഘവും ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അന്വേഷണ സംഘവും ആ തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും സുപ്രധാനമാണ്. ഡാൻ, ഒരു കാര്യം, തിങ്കളാഴ്ചയാണ് അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലേക്ക് രാഹുൽ എത്തേണ്ടത്. അന്ന് അറസ്റ്റ് പാടില്ല, ചോദ്യം ചെയ്ത് വിട്ടയക്കണം. പക്ഷേ ആദ്യ കേസിൽ രാഹുൽ നൽകിയ അപ്പീൽ, മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള അപ്പീൽ അന്ന് തന്നെ ഹൈക്കോടതിയും പരിഗണിക്കുന്നുണ്ട്. രാഹുൽ ഇപ്പോൾ തൽക്കാലം മുന്നിൽ മാറി നിന്നാലും തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയേ മതിയാവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇനി അങ്ങോട്ട് പോലീസിൻ്റെ റഡാറിൽ തന്നെ ആയിരിക്കുമോ രാഹുൽ? അങ്ങനെ പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും അത്തരം സൂചനകളാണ് പുറത്തു വരുന്നത്. കാരണം രാഹുൽ തന്നെ മാധ്യമങ്ങളോട് ചെറുതായെങ്കിലും ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം മാത്രമാണ് എടുത്തു പറഞ്ഞത്. ഇവിടെയൊക്കെ തന്നെ കാണും എന്നാണ് പറഞ്ഞത്. അതായത് ഇനിയും അങ്ങനെ ഒരു ഒളിവിൽ പോയാൽ അത് വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലടക്കം ഉണ്ടാക്കാനിടയുള്ള ഒരു
ഒരു ബ്ലാക്ക് മാർക്ക് എത്രയാണ് എന്നുള്ള കാര്യം അത് കൃത്യമായി രാഹുൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഒളിവിലിരുന്നു കൊണ്ട് ഇനി ഈ അന്വേഷണത്തെ നേരിടുക എന്ന് പറയുന്നത് രാഹുലിനും വലിയ വെല്ലുവിളിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാകും അന്വേഷണവുമായി സഹകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ വോട്ട് ചെയ്യാനായി എത്തുന്ന ഒരു സാഹചര്യമൊക്കെ, നാടകീയമായി എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച്, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചൊക്കെ വളരെ നിർണായകമായിട്ടുള്ളൊരു ദിനം തന്നെയാണ്. കാരണം ആദ്യത്തെ കേസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നു. അതോടൊപ്പം രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലും അതും ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരികയാണ്. അതുകൊണ്ട് ഒരേ ദിവസം അന്വേഷണ സംഘത്തിനും രാഹുൽ മാങ്കൂട്ടത്തിനും ഒരേപോലെ നിർണായകമായി മാറുന്ന സാഹചര്യമാകും 15-ാം തീയതി തിങ്കളാഴ്ച ഉണ്ടാകുക. ഞാൻ ഒരു കാര്യം കൂടി, സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആ തിരക്ക് കഴിഞ്ഞു. 13 നാളെ കണക്ക്, വോട്ടെടുപ്പ് റിസൾട്ട് വന്നു. അതിനുശേഷം ഇനി തിങ്കളാഴ്ചയാണ് ബാക്കി കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ രാഹുൽ വിഷയത്തിൽ നിലപാടെടുക്കുന്നതിന് ഒരു രാഷ്ട്രീയ പ്രതിസന്ധി കോൺഗ്രസിനും UDF-നും ഒക്കെ മുന്നിലുണ്ടായിരുന്നു. ഇടതുപക്ഷത്തിനും രാഷ്ട്രീയം ആയുധമാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് എന്ന ഒരു കാരണം കൂടി ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പ് എന്ന സാങ്കേതികത തൽക്കാലം മാറി നിൽക്കുന്നതോടുകൂടി ഇത് കോൺഗ്രസിൽ ഇതിൻ്റെ ഉണ്ടാക്കുന്ന ഒരു റിഫ്ലക്ഷൻ ഏതു തരത്തിലാവും? രാഹുൽ വിഷയം കൈകാര്യം ചെയ്ത് പാളിപ്പോയി എന്ന ആക്ഷേപമുള്ളവരുണ്ട്. രാഹുലിനെതിരെ കൂടുതൽ കടുത്ത നിലപാടെടുക്കണമെന്നുള്ളവരുണ്ട്. അതല്ല, രാഹുലിനെ ഒപ്പം നിർത്തണമെന്ന് വാദിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. എന്താണ് കോൺഗ്രസിൻ്റെ ഒരു പ്രതിഫലനം? തിങ്കളാഴ്ച മുതൽ ഒരു മാറ്റം ഉണ്ടാകുമോ? അതായത് നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയാകും എന്നതിനെ ആശ്രയിച്ചാകും രാഹുൽ വിഷയത്തിലടക്കം പാർട്ടി ഇനി എടുക്കാൻ പോകുന്ന രാഷ്ട്രീയമായ നിലപാടുകൾ അത് ശക്തമായതാകുമോ അതോ നിലവിലുള്ള നടപടികൾ കൊണ്ട് അവസാനിപ്പിക്കുന്നതിലൊക്കെ ഒരു വ്യക്തത കൈവരികയുള്ളൂ. സാങ്കേതികമായി പാർട്ടിക്ക് പുറത്താണ് രാഹുൽ എന്ന് പറയുമ്പോഴും MLA സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തെ തുടരുകയാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയാണ്. ആ പാർട്ടിക്ക് കർശനമായി രാഹുൽ മാങ്കൂട്ടത്തിനോട് ആവശ്യപ്പെടാൻ കഴിയും MLA സ്ഥാനത്ത് ഇനി തുടരേണ്ടതില്ല എന്ന്. പക്ഷേ അങ്ങനെ ഒരു കടുത്ത നീക്കത്തിലേക്കൊന്നും പാർട്ടി കടന്നിട്ടില്ല. അത് ചില നേതാക്കളെങ്കിലും രഹസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്ന പിന്തുണ കൊണ്ട് തന്നെയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ഇന്നലെ അടക്കം പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ് തനിക്ക് ലഭിച്ചതെന്ന പരാമർശവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾ, അതിൽ VD സതീശനും സണ്ണി ജോസഫും സ്വീകരിച്ച 2 വ്യത്യസ്ത നിലപാടുകൾ, അതുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ, അതൊക്കെ പാർട്ടിക്കകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്തായാലും നാളെ പ്രതീക്ഷിക്കാവുന്ന തരത്തിലൊരു നേട്ടമാണ് UDF-ന് ഉണ്ടാകുന്നതെങ്കിൽ അത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശന് കൃത്യമായി ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. രാഹുൽ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാടടക്കം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു, അതിൻ്റെ കൂടി പ്രതിഫലനം ഉണ്ടായെന്നുള്ള വിലയിരുത്തൽ VD സതീശൻ ക്യാമ്പിൽ നിന്നുണ്ടാകും. അതേസമയം ഏതെങ്കിലും വിധത്തിൽ ഒരു തിരിച്ചടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശനാകും. അതോടൊപ്പം രാഹുൽ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് പാർട്ടിയിൽ അദ്ദേഹം ഒറ്റപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരുന്നു ആദ്യഘട്ടത്തിൽ. ഒരുപക്ഷെ നാളത്തെ ഈ വിധി ദിനത്തിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത് അത് കോൺഗ്രസിന് എത്ര സീറ്റുകൾ സംസ്ഥാന വ്യാപകമായി എത്ര അധികം സീറ്റുകൾ നേടാൻ, എത്ര ജില്ലാ പഞ്ചായത്തുകൾ നേടാൻ കഴിയും, എത്ര കോർപ്പറേഷനുകൾ തിരിച്ചു പിടിക്കാൻ കഴിയും, ഇതടക്കമുള്ള കാര്യങ്ങൾ വലിയൊരു ചോദ്യമായി മാറും. അവിടെ ഒരു മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ കഴിയുന്നതെങ്കിൽ അതിൻ്റെ പ്രതിഫലനം സ്വാഭാവികമായി രാഹുൽ വിഷയത്തിലും ഉണ്ടാകും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. യെസ്, രാഷ്ട്രീയമുണ്ട്, നിയമപരമായ മറ്റ് നീക്കങ്ങളുണ്ട്. തിങ്കളാഴ്ച മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം പുതിയൊരു തലത്തിലേക്ക് ഉയർന്നു വരികയാണ്. അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വരുന്ന രാഹുൽ മറുപടി പറയേണ്ട നിരവധി വിഷയങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് രാഹുൽ ഉത്തരം പറയേണ്ടി വരും. എവിടെയാണ് ഒളിവിൽ കഴിഞ്ഞതെന്ന പ്രസക്തമായ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഈ ചോദ്യമൊക്കെ അന്വേഷണ സംഘം തയ്യാറാക്കിയിരിക്കുന്നു. അവർക്ക് മുന്നിലേക്ക് രാഹുൽ എത്തുകയാണ്. ഒപ്പം രാഷ്ട്രീയം പ്രധാനമാണ്. നാളെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം അതെങ്ങനെ സ്വാധീനിക്കും രാഹുൽ വിഷയത്തെ എന്നതും പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് അവരുടെ നിലപാടുകൾ കടുപ്പിക്കുമോ അതല്ലെങ്കിൽ അല്പം അയയുമോ? ഏത് നേതാവിൻ്റെ നിലപാടാണ് ശരിയാവുക, തെറ്റാവുക? അങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ്. കാത്തിരിക്കണം. തിങ്കളാഴ്ച വരെ നമുക്കറിയാം രാഹുൽ വിവാദത്തിൻ്റെ തുടർച്ച. മറ്റൊരു